വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ്റേതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണ്. മറ്റ് പ്രസ്ഥാനങ്ങളുടെ ശൈലിയല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്. ഈ അവസരത്തിൽ എൻ്റെ പ്രസ്ഥാനം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണം. ഇപ്പോൾ എം പി സുബ്രഹ്മണ്യൻ തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം പി സുബ്രഹ്മണ്യൻ, താങ്കൾ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണം. താങ്കൾ പറഞ്ഞു വെച്ചത് ആ കൂട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ളവരുടെ കൂട്ടത്തിൽ പെടുന്നതല്ല താങ്കളുടെ പ്രസ്ഥാനം അങ്ങനെ ആകരുത് എന്ന് തന്നെയാണ് അല്ലേ? രാജിവെക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഞാനിവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിനെ പോലെയുള്ള ഒരു സംഘടന ജനങ്ങൾക്ക് ഇടയിൽ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഇത് ജനങ്ങൾക്കിടയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അത് നല്ല രീതിയിൽ ഈ വിഷയം പോസിറ്റീവായിട്ട് രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അത് അല്ല ശ്രീ സുബ്രഹ്മണ്യൻ, ഒരുപക്ഷെ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതി എന്ന് പറയുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വരുന്നു. ഒരു നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ ജനങ്ങളെ പ്രതിനിധീകരിക്കരുത്, MLA സ്ഥാനത്ത് തുടരുന്നത് തന്നെയാണ്. താങ്കൾ പറയുന്ന വാക്കുകൾ ഇത്തിരി കൂടി വ്യക്തമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം, അത് തന്നെയല്ലേ ശരി? തീർച്ചയായും ഞാനത് പറയുന്നതിന് സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ അത് പറയുന്നത്, ഇവിടെ ജനങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ UDF വലിയ രീതിയിൽ വിജയം കൊണ്ടുവരാൻ ആഗ്രഹിച്ച ജനങ്ങളാണ്. ആ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കണം സംഘടന. അതുണ്ടാവും എന്നുള്ള എന്റെ പ്രതീക്ഷയാണ് ഞാൻ പങ്കുവച്ചത്. അതായത് താങ്കളുടെ പ്രസ്ഥാനം, അതായത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നൈതികതയ്ക്കും പുറത്ത് ഈ പൊതുജനസാമാന്യത്തിൻ്റെ 3.5 കോടി ജനതയുടെ ഒരു നൈതികതയുണ്ട്. ആ നൈതികതയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഒരു പ്രസ്ഥാനവും. താങ്കൾ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, അതിൻ്റെ നൈർമല്യത, അതിൻ്റെ സുതാര്യത ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തണമെങ്കിൽ രാജി വളരെ വേഗം. തീർച്ചയായിട്ടും ജനങ്ങൾ എന്ത് തന്നെയാണോ ഈ പാർട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളതും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും അത് ആഗ്രഹിക്കുന്നതും. അതായത് ശ്രീ സുബ്രഹ്മണ്യം, ഒരുപക്ഷെ പലർക്കും പല ഘട്ടങ്ങളിലും മിണ്ടാതിരുന്നതാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും. ഒരു കാലഘട്ടം മുഴുവൻ അവിടെ ഒരു മൂവർ സംഘമാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായി VD സതീശൻ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ. അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമാണ്. താങ്കൾ ഇപ്പോഴും അതിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. പറയാം, താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സംസാരിക്കാൻ ഇവിടെ നേതാക്കന്മാരുണ്ട്, അതിന് ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കന്മാരുണ്ട്. അതൊക്കെ അവര് പറയും. ഇതിനകത്ത് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വെച്ചാൽ, ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മുന്നോട്ട് വെച്ച എന്റെ മെസ്സേജ്. ഒരുപക്ഷേ സുബ്രഹ്മണ്യൻ, താങ്കളുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദം മാത്രമല്ല, നിരവധി ശബ്ദങ്ങൾ ഇങ്ങനെ കോൺഗ്രസിലുണ്ട്, യൂത്ത് കോൺഗ്രസിലുണ്ട്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി ശ്രീ എം പി സുബ്രഹ്മണ്യം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം പി സുബ്രഹ്മണ്യം പറയേണ്ടി വന്നിരിക്കുന്നു. ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.